ശാസ്ത്രിയുടെ ശിഷ്യന്മാർ. എപ്പിസോഡ് നമ്പർ 4. ആകാശം ഇടിഞ്ഞു വീണു. നന്ദനും ആനന്ദനും പിന്നെ വീരാനന്ദനും ഗുരുവിന്റെ മുന്നിലിരിക്കുകയായിരുന്നു. പാപ്പയ ശാസ്ത്രിയും കുളിച്ചിട്ട് വന്ന് അവിടെ ഇരിക്കുകയായിരുന്നു. അതിരിക്കട്ടെ ഗുരുവേ, ഇന്ന് നമ്മൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ഗുരു ഇന്ന് രാവിലെ തന്നെ ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഞാൻ കണ്ടു. തീർച്ചയായും ഗായത്രി മന്ത്രത്തിനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറയാൻ പോകുന്നത്. എന്റെ ഊഹം അനുസരിച്ച് ഋഗ്വേദത്തിനെ കുറിച്ച് അദ്ദേഹം പറയാൻ സാധ്യതയുണ്ട് എന്ന് 3 പേരും അവർക്ക് തോന്നിയതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പാപ്പയ്യ ശാസ്ത്രി ചിരിച്ചുകൊണ്ട്, നോക്കടാ, അതിനെക്കുറിച്ച് എപ്പോ വേണമെങ്കിലും മനസ്സിലാക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പഞ്ചഭൂതങ്ങളെ കുറിച്ചാണ്. അയ്യോ, ഈ ഭൂതവും പ്രേതവും എന്നൊക്കെ പറഞ്ഞാലേ ഞങ്ങൾക്ക് പേടിയാകും ഗുരുവേ. അതെ അതെ, അന്ന് നാടകം കഴിഞ്ഞിട്ട് വരുമ്പോ ഞങ്ങള് ശരിക്കും അങ്ങ് പേടിച്ചു പോയി എന്ന് 3 പേരും പേടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ മണ്ട ശിരോമണികളെ, പഞ്ചഭൂതങ്ങളെന്ന് വെച്ചാ ഭൂതവും പ്രേതവും ഒന്നും അല്ലടാ. വായു, ജലം, അഗ്നി, കാറ്റ്, ആകാശം, പിന്നെ ഭൂമി. ഇതിനെയാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഭൂമിയിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പഞ്ചഭൂതങ്ങളുടെ ഓരോ കാര്യത്തിലും തീർച്ചയായും ഒരു ബന്ധമുണ്ട്. കാറ്റിന് വേണ്ടി നമ്മൾ ചെടികൾ നടുന്നു. ജലം അമൂല്യമാണ്, പാഴാക്കരുത്. അഗ്നിയുടെ അടുത്ത് ആവശ്യമില്ലാതെ കളിക്കാൻ പോകരുത്. ഭൂമി ദേവിക്ക് സങ്കടം ഏർപ്പെടുത്താൻ പാടില്ല. ആകാശം മലീമസമാകാതെ നോക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാ പഞ്ചഭൂതങ്ങളിൽ തെറ്റ് സംഭവിച്ച ഈ ലോകം തന്നെ ചിലപ്പോൾ ഇല്ലാതെയാകും എന്ന് വളരെ വിവരിച്ച് പഞ്ചഭൂതങ്ങൾക്ക് എങ്ങനെ ബഹുമാനം കൊടുക്കണമെന്ന് പറഞ്ഞു. 3 പേരും ശ്രദ്ധയോടെ അത് കേട്ടു. അത് കഴിഞ്ഞു 3 പേരും ഉച്ചയ്ക്ക് തുളസിയമ്മ ചെയ്തു വെച്ച ഭക്ഷണം നന്നായി കഴിച്ചു. പിന്നെ തോട്ടത്തിലേക്ക് പോയി. ഒരു തെങ്ങിന്റെ താഴെ കിടന്നുകൊണ്ട് എപ്പോഴും പോലെ മണ്ടത്തരങ്ങൾ പറയാൻ തുടങ്ങി. എടാ, നമ്മുടെ ഗുരു പറഞ്ഞതുപോലെ ഈ ലോകമെങ്ങാണോ അവസാനിക്കുവോ? ചേച്ചേ, അങ്ങനെയൊക്കെ ഒരിക്കലും സംഭവിക്കില്ല. പറയാൻ പറ്റില്ലടാ. തീർച്ചയായും ഗുരു പറഞ്ഞതെല്ലാം സത്യം തന്നെയാ. കലിയുഗത്തിന്റെ തുടക്കമായെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസാരിച്ച് അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഡമ്മെന്നൊരു ശബ്ദം കേട്ടു. 3 പേരും ചാടി എഴുന്നേറ്റു. എടാ, എന്താടാ അവിടെ ഒരു ശബ്ദം? അതെ അതെ, എന്റെ ചെവിയിലും അത് കേട്ടു. വെറുതെ പേടിക്കാതടാ, നിങ്ങൾ ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട് 3 പേരും കണ്ണടച്ചിട്ട് നന്നായി ഉറങ്ങാൻ തുടങ്ങി. ഇപ്രാവശ്യം വളരെ ശബ്ദത്തോടെ ഡമ്മെന്ന് കേൾക്കാൻ തുടങ്ങി. നീ കേട്ടില്ലേ? എന്തോന്നാടാ അത്രയും വലിയൊരു ശബ്ദം എന്ന് പേടിയോടുകൂടി അവൻ ചോദിച്ചു. അതെ അതെ, ഞാനും ആ ശബ്ദം കേട്ടടാ. ഈ പ്രാവശ്യം ആ ശബ്ദം ഞാനും കേട്ടു. ഗുരു പറഞ്ഞതുപോലെ ലോകം അവസാനിക്കാൻ പോവുകയാണോ എന്ന് പറഞ്ഞതും 3 പേരുടെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. ഇത്രയും വലിയൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയാ, ആകാശം താഴോട്ട് ഇടിഞ്ഞു വീഴാൻ പോവാ. അതെ അതെ, വാ നമുക്ക് എവിടെങ്കിലും ഓടി രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും അവിടുന്ന് രക്ഷപ്പെട്ട് ഓടാൻ തുടങ്ങി. ഓടുന്ന വഴിയിൽ അവർ ഗോപാലനെ കണ്ടു. എന്താടാ, എന്തു പറ്റി? ഇത് ചോദിച്ചപ്പോൾ നന്ദൻ ശ്വാസം എടുത്തുകൊണ്ട്, ചേട്ടാ ചേട്ടാ, ആകാശം ഇടിഞ്ഞ് ഭൂമിയിലേക്ക് വീഴാൻ പോകുന്നു എന്ന് നടന്നതെല്ലാം വിവരിച്ചു. അത് കേട്ടപ്പോൾ ഗോപാലും അവരുടെ കൂടെ ചേർന്ന് ഓടാൻ തുടങ്ങി. കുറച്ചു ദൂരം ഓടിച്ചെന്നപ്പോൾ രംഗണ്ണ അവിടെ നിൽക്കുന്നത് കണ്ടു. രംഗച്ചേട്ടാ, ആ ദിക്കിലേക്ക് പോയാലേ നിങ്ങളുടെ കഥ അത്രേ ഉള്ളൂ. അവിടെ ആകാശം ഇടിഞ്ഞു വീണോണ്ടിരിക്കുക എന്ന് ആനന്ദൻ പറഞ്ഞതും രംഗണ്ണനും അവരുടെ കൂടെ ചേർന്ന് ഓടാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയതിനു ശേഷം രാജൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇക്കാര്യം കേട്ടതും അയാളും ഓടാൻ തുടങ്ങി. അതുപോലെ തുണി തയ്ക്കുന്ന രാമൻ, കല്ല് വെട്ടാൻ പോകുന്ന സോമയ്യ, പിന്നെ കൃഷ്ണനും എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന ജോലി കളഞ്ഞിട്ട് ഇവരോടൊപ്പം ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടി ഓടി പാപ്പയ്യ ശാസ്ത്രിയുടെ അടുത്തേക്ക് വന്നു. എല്ലാവരും കിതച്ചുകൊണ്ട് പാപ്പയ്യ ശാസ്ത്രിയുടെ മുന്നിൽ നിന്നു. എവിടുന്നാടാ നീയൊക്കെ ഓടി വരുന്നത്? എന്താ ഗോപാല്, രമണ്ണ, നീ എന്തിനാ ഓടി വന്നിരിക്കുന്നത്? എന്തു പറ്റി? ഗുരുവേ, അവിടെ ആകാശം ഇടിഞ്ഞു വീഴാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ പാപ്പയ്യ ശാസ്ത്രിക്ക് ഒന്നും മനസ്സിലായില്ല. ലോകാവസാനമാണെന്നാ തോന്നുന്നത് എന്ന് കരഞ്ഞുകൊണ്ട്
കാര്യങ്ങളെല്ലാം പറഞ്ഞു. എടാ, സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് എന്നോട് പറയടാ എന്നുച്ചത്തിൽ ചോദിച്ചതും വീരാനന്ദ പറയാൻ ആരംഭിച്ചു. അവർ തെങ്ങിന്റെ താഴെ കിടന്നതും ഡമ്മെന്ന് ശബ്ദം കേട്ടതും എല്ലാം വിവരിച്ചു പറഞ്ഞു. നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടരായി പോയല്ലോ. ആകാശം എങ്ങനെയാടാ ഇടിഞ്ഞു വീഴുന്നത്? അതൊന്ന് കാണട്ടെ. അയ്യോ, അങ്ങനൊന്നും ചെയ്യണ്ട ഗുരുവേ. ആകാശം നമ്മുടെ തലയിലേക്ക് ഇടിഞ്ഞു വീഴും. മണ്ടന്മാരെ, നിങ്ങൾ എത്ര ദൂരം പോയാലും ആകാശം അവിടെ തന്നെ കാണും. ആകാശത്തിന് ഒരിക്കലും ഒന്നും സംഭവിക്കത്തില്ല. വാ, നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പാപ്പയ്യ ശാസ്ത്രി തെങ്ങിന്റെ അടുത്തേക്ക് പോയി. ശിഷ്യന്മാർ പേടിച്ചു നിന്നു. പക്ഷെ പാപ്പയ്യ ശാസ്ത്രി ആ തെങ്ങിനു ചുറ്റും നോക്കിയപ്പോൾ 2 തേങ്ങ അവിടെ കിടക്കുന്നത് കണ്ടു. എടാ മണ്ടന്മാരെ, ഇങ്ങോട്ട് വരണടാ എന്ന് പറഞ്ഞതും 3 പേരും പേടിച്ച് അങ്ങോട്ടേക്കെത്തി. ദാ നോക്ക്, ഇതാണോ നിങ്ങളുടെ ഇടിഞ്ഞു വീണ ആകാശം എന്ന് തേങ്ങ കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അവരെല്ലാവരും ആ തേങ്ങ കണ്ട് മിഴിച്ചു നിന്നു. തേങ്ങ വീണ ശബ്ദം കേട്ട് ആകാശം ഇടിഞ്ഞു വീണെന്ന് കരുതി മണ്ടന്മാര്. അവന്മാര് മണ്ടന്മാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ബുദ്ധിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാപ്പയ്യ ശാസ്ത്രി അവിടെ നിന്നും പോയി. ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ വഴക്കു പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരാകട്ടെ ഒന്നിനെ പറ്റിയും വിഷമിക്കാതെ വീണ്ടും ആ തെങ്ങിന്റെ താഴെ കിടന്നുകൊണ്ട് കൂർക്കം വലിച്ചുറങ്ങാൻ തുടങ്ങി. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അങ്ങനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല കഥയോടുകൂടി വീണ്ടും നമുക്ക് കാണാം. നന്ദി.